രാവിലെ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു തരത്തിലുള്ള ഒരു മരവിപ്പോ മന്ദഗതിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴത്തെ അവസ്ഥയെക്കുറിച്ച് ഒരു വ്യക്തതയില്ലായ്മയോ ഒക്കെ തോന്നിയിട്ടുണ്ടോ? അതായത് ഒരുപക്ഷെ നിങ്ങൾ ഇന്നലെ രാത്രി വെച്ച നിങ്ങളുടെ ഫോൺ എവിടെയാണെന്ന് നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പോഴത്തെ നിങ്ങളുടെ അവസ്ഥ എന്താണെന്ന് നിങ്ങൾക്ക് ഓർത്തെടുക്കാൻ പറ്റാതിരിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ രാത്രിയാണോ രാവിലെയാണോ നേരം ഒത്തിരി വൈകിയോ എന്നൊക്കെ പെട്ടെന്ന് ഒരു കൺഫ്യൂഷൻ തോന്നുക. ഇത്തരത്തിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടോ? ചിലപ്പം ഈ ഒരു എക്സ്പീരിയൻസ് ഒരു വിത്തിൻ സെക്കൻഡ്സോ അല്ലെങ്കിൽ ഒരു വിത്തിൻ മിനിറ്റോ നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്യുന്നതാവും. ഇതിനെയാണ് നമ്മൾ മോർണിംഗ് ഫൊഗീനസ് അഥവാ മോർണിംഗ് ബ്രെയിൻ ഫോഗ് എന്ന് പറയുന്നത്. അപ്പൊ നിങ്ങൾ വിചാരിക്കും ഇതൊരു മാനസിക രോഗമാണോ എന്ന്. തീർച്ചയായിട്ടുമല്ല. നമ്മൾ രാവിലെ അല്ലെങ്കിൽ നമ്മൾ ഉറക്കം എഴുന്നേൽക്കുന്ന സമയത്ത് നമ്മളുടെ തലച്ചോറിനുണ്ടാവുന്ന ഒരു താൽക്കാലികമായിട്ടുള്ള മന്ദഗതിയെയാണ് നമ്മൾ മോർണിംഗ് ഫൊഗീനസ് എന്ന് പറയുന്നത്. നമ്മളുടെ ചിന്താഗതിക്ക് വേഗത കുറയുക, നമുക്ക് ഒരു കാര്യത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റാതിരിക്കുക, പെട്ടെന്ന് ഓർമ്മക്കുറവുണ്ടാവുക, ഇതൊക്കെയാണ് ഈ മോർണിംഗ് ഫോഗിനെസിന്റെ പ്രധാന ലക്ഷണങ്ങൾ. 1-2 പ്രാവശ്യമൊക്കെ നിങ്ങൾ മോർണിംഗ് ഫോഗിനെസ് എക്സ്പീരിയൻസ് ചെയ്തുകൊണ്ട് യാതൊരു കുഴപ്പവുമില്ല. പക്ഷെ നിരന്തരമായിട്ട് നിങ്ങൾ മോർണിംഗ് ഫോഗിനെസ് എക്സ്പീരിയൻസ് ചെയ്യുകയാണെങ്കിൽ അത് നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും നിങ്ങളുടെ ദൈനംദിന ജീവിതത്തെയും വളരെ മോശമായിട്ട് തന്നെ ബാധിക്കാം. നിങ്ങൾക്ക് അമിതമായിട്ടുള്ള ഒരു സമ്മർദ്ദവും ഉത്കണ്ഠയും പഠനത്തിലും ജോലിയിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റാതിരിക്കുക, ഉന്മേഷക്കുറവ് ഉണ്ടാവുക, അതോടൊപ്പം തന്നെ ചിലപ്പോൾ നിങ്ങൾക്ക് വിഷാദം വരെയുള്ള മാനസിക രോഗം വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. നല്ല ഉറക്കം ശീലിക്കുക, നന്നായിട്ട് വെള്ളം കുടിക്കുക, കൃത്യമായിട്ട് വ്യായാമം ചെയ്യുക, ഇതൊക്കെയാണ് നമുക്ക് മോർണിംഗ് ഫൊഗീനസ് ഓവർകം ചെയ്യാനുള്ള സെൽഫ് റെമഡീസ്. ഇനി ഇതൊന്നും നിങ്ങൾ ചെയ്തിട്ടും നിങ്ങൾക്ക് ഈ മോർണിംഗ് ഫൊഗീനസ് കൊണ്ടുള്ള ബുദ്ധിമുട്ടുകളും അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥയും മറികടക്കാൻ പറ്റുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ തീർച്ചയായും ഒരു പ്രൊഫഷണലിന്റെ ഹെൽപ്പ് സീക്ക് ചെയ്യുക, നിങ്ങളുടെ മാനസിക ആരോഗ്യം സംരക്ഷിക്കുക.